ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഗെറ്റപ്പ് സെറ്റപ്പ് കണ്ട് ഞാൻ ഈ ചിരിച്ച് തുള്ളിച്ചടി ഇറങ്ങുന്നതാ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഊട്ടി പോകാമെന്ന്. ഒരിക്കലല്ല ഗൈസ്, ഞാൻ കോഴിക്കോട് എൻ്റെ കോളേജിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഗെറ്റപ്പിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് സ്ട്രാറ്റജിയാണ്. കാരണം ഒന്ന് ചൊരറിയും കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ മതി ചുമയും പനിയും ജലദോഷമൊക്കെ എന്നെ മാടി വിളിക്കാനായിട്ട്. സോ അതുകൊണ്ടാണ് ആ വേഷവിധാനം. ഈ പുറകിലിരുന്ന് കാട്ടിക്കൊടുക്കുന്ന കോപ്രായങ്ങളൊന്നും അച്ഛൻ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കോഴിക്കോട് എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ കോഴിക്കോട് എത്തി, നിഹേനെ കിട്ടി. ഞങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ഫോംസ് ഒക്കെ ഒന്നും കൂടി എഴുതാൻ പറഞ്ഞു. അവളുടെ ആ മനോവികാരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കി കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അതാണ്. അങ്ങനെ ഞങ്ങളുടെ റിക്വസ്റ്റ് ഫോം ഒക്കെ സൈൻ ചെയ്ത് നമ്മൾ വീണ്ടും ഇതൊക്കെ സെറ്റാക്കാൻ പോവാണ്. അങ്ങനെ മീൻവൈൽ ആ ഗ്യാപ്പിൽ ഞങ്ങൾ വിചാരിച്ച് ചായ കുടിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ മാറ്റി, ചായ എന്നുള്ളത് മാറ്റി ഞങ്ങൾ ചോറാക്കി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഐസിഎച്ചിൽ കയറി ബിരിയാണി കഴിച്ചു. മിസ്സടിച്ചു ഗൈസ്, നൊസ്റ്റാൾജിയ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോളേജ് ഒന്നും കൂടി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്ത് എല്ലാവരെയും കണ്ടൊക്കെ വരാമെന്ന് ഓർത്ത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ കോളേജ് ഗൈസ്. കഴിഞ്ഞ മാസം വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇപ്പോൾ പഠിച്ച എൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. കുറേ നേരം ഞങ്ങൾ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നടന്നു, ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. കാരണം ഇനി ഇതൊക്കെ എപ്പോഴാണ് പറ്റുക നമുക്ക് അറിയത്തില്ലല്ലോ. കോളേജ് കഴിഞ്ഞവർക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഫീലിംഗ്. ഇതിന് ഞാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു. അതിട്ട് കുറേ നേരം നോക്കി, പക്ഷേ യൂട്യൂബ് അതൊക്കെ കോപ്പിറൈറ്റ് അടിച്ചു. ബട്ട് ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു സാധനം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി ഞാനത് ഇൻസ്റ്റയിൽ ഇറക്കും ഗൈസ്. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇടിവെട്ടിയതിൻ്റെ തലയിൽ തേങ്ങ വീടും പാമ്പ് പിടിച്ച് അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഗാർഡനിൽ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ട് എന്നെ കുഴു തൊട്ടു. അങ്ങനെ മേലും വെള്ളത്തെ ഫുള്ളൊന്നുമില്ല, കുറച്ചൊക്കെ തടിച്ചങ്ങ് പൊന്തി. അങ്ങനെ നമ്മൾ നവിലൊക്കെ എടുക്കാമെന്ന് ഓർത്ത് വീണ്ടും വന്നു. കാരണം എനിക്കന്ന് വീട്ടിൽ പോകേണ്ടതുണ്ടായിരുന്നു. മൊത്തത്തിൽ കംപ്ലീറ്റ്ലി എൻ്റെ കിളി ഔട്ടായി ഗൈസ്. എനിക്ക് വിഷമമായി. ബൈ ഗൈസ്, കൈ ഒഴിഞ്ഞ് ഇനി എനിക്ക് മേലെ ഇന്നത് കഴിഞ്ഞ് ഫുൾ സഡേഷനാണ്. അപ്പം ഞാൻ ഇനി ഉറങ്ങുന്നതാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അപ്പം വ്ളോഗ് കഴിഞ്ഞു, ഫിനിഷ്, കഥം പോവാ, ഞാനും കഥം പോവാ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ വന്ന ഞാൻ പിന്നെ പോകുന്നതാ ഇന്ന് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം ശരി പോട്ടെ, എന്തൊക്കെയാണെങ്കിലും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എൻ്റെ അടുത്ത സാഹസികമായി ജേണിയായി അടുത്തതിൽ കാണാം.